హాయ్ ఫ్రెండ్స్, విజయ్ దేవరకొండ రష్మిక పెళ్ళైంది కదా. തെലുഗു സൂപ്പർ താരം വിജയ് ദേവരക്കൊണ്ട കല്യാണത്തിന് വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കുട്ടി ആരാധികയുടെ വീഡിയോയും അതിന് വിജയ് നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നടൻ വിജയ് ദേവരക്കൊണ്ടയുടെയും നടി രശ്മിക മന്ദാനയുടെയും വിവാഹത്തിന് ക്ഷണിക്കാത്തതിൽ പരിഭവം പറഞ്ഞ യുവേഴ്സ് ലക്കി താലി എന്ന ഇൻസ്റ്റഗ്രാം യൂസർ നെയിമിലുള്ള പെൺകുട്ടിയാണ്, കുഞ്ഞാരാധികയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഞാനും നിങ്ങളുടെ ആരാധികയല്ലേ എന്നും എന്നിട്ട് എന്തുകൊണ്ട് തന്നെ വിവാഹത്തിന് ക്ഷണിച്ചില്ല എന്നുമാണ് ഈ കുഞ്ഞ് ചോദിക്കുന്നത്. കുട്ടിയുടെ വീഡിയോയും അതിന് നടൻ നൽകിയിരിക്കുന്ന മറുപടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ വൈറലാകുന്നുണ്ട്. ഞാനും നിങ്ങളുടെ ആരാധികയല്ലേ, പിന്നെന്താ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്നായിരുന്നു ഈ വീഡിയോയിൽ കൂടി കുഞ്ഞ് വിജയോട് ചോദിക്കുന്നത്. മോളെ, ഞാൻ നിന്നെ വീട്ടിലേക്ക് ഉച്ചഭക്ഷണത്തിന് വിളിക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും മധുര പലഹാരങ്ങളും ഏതാണെന്ന് പറയൂ. നമുക്കെല്ലാം വീട്ടിൽ ഉണ്ടാക്കി വെച്ച് നന്നായി കഴിക്കാം. നിഷ്കളങ്കമായ കുട്ടിയുടെ ഈ ചോദ്യത്തിന് വിജയ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ഈ വീഡിയോയ്ക്ക് കീഴിൽ ഈ ഒരു കമന്റ് ഇപ്പോഴും ഉണ്ട്. വിജയുടെ ഈ മറുപടി ആരാധകരുടെ മനം കവർന്നിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നവദമ്പതിമാർ മധുരം വിതരണം ചെയ്യുകയും ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുകയും നാട്ടുകാർക്കടക്കം ഉച്ചയൂണ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. തിരക്കുകൾക്കിടയിലും ഒരു കുട്ടി ആരാധികയുടെ ചോദ്യത്തിന് ഇപ്പോഴും മറുപടി നൽകിയിരിക്കുന്ന വിജയുടെ ലാളിത്യത്തെ, വിനയത്തെ സോഷ്യൽ മീഡിയ വാനോളം പുകഴ്ത്തുകയാണ്. അതേസമയം നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി 26-ന് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ചായിരുന്നു തെന്നിന്ത്യൻ താരങ്ങളായ വിജയ് ദേവരക്കൊണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും വിവാഹം നടന്നത്. ആന്ധ്രയുടെ പരമ്പരാഗത ആചാരപ്രകാരമായിരുന്നു വിവാഹ ചടങ്ങുകൾ പ്രധാനമായും. വിജയ് ദേവരക്കൊണ്ടയുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള തെലുഗു രീതിയിലുള്ള വിവാഹ ചടങ്ങുകളും ഒപ്പം തന്നെ രശ്മികയുടെ കൊടവ രീതിയിലുള്ള വിവാഹ ചടങ്ങുകളും ഉണ്ടായിരുന്നു. വിരോഷ് എന്ന പേര് നൽകിയ വിവാഹം 3 ദിവസമാണ് നീണ്ടുനിന്നത്. മെഹന്തി, സംഗീത് തുടങ്ങി നിരവധി സെലിബ്രേഷനുകളും വിവാഹത്തിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുകയായിരുന്നു. സ്വകാര്യ ചടങ്ങായി ഇവർ ഇതൊതുക്കി. കുടുംബം, സുഹൃത്തുക്കൾ, സിനിമാ പ്രവർത്തകർ എന്നിങ്ങനെ 100ഓളം പേർക്കാണ് വിവാഹത്തിൽ ക്ഷണമുണ്ടായിരുന്നത് പോലും. വിവാഹ ദൃശ്യങ്ങൾ പുറത്താകുമെന്ന കാരണത്താൽ മൊബൈൽ ഫോണുകൾക്കും ക്യാമറകൾക്കും അടക്കം നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ മാർച്ച് 4-ന് ഹൈദരാബാദിൽ വെച്ച് സിനിമാ രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് വേണ്ടി വലിയൊരു വിരുന്നും താരദമ്പതികൾ ഒരുക്കിയിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നതെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇരുവരും പ്രണയത്തിലാണെങ്കിലും ഇക്കാര്യം ഔദ്യോഗികമായി പങ്കുവെക്കാത്തത് മൂലം ആരാധകരും വിവാഹ നിശ്ചയത്തിന്റെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. വിവാഹ നിശ്ചയത്തെക്കുറിച്ച് താരങ്ങളുടെ ഭാഗത്തുനിന്നും ഔദ്യോഗിക പ്രതികരണങ്ങളും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒന്നിച്ച് അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങൾ രണ്ടുപേരും പങ്കുവെക്കുമ്പോൾ പോലും സ്വകാര്യത പലപ്പോഴും നിലനിർത്തിപ്പോന്നു. എന്നാൽ ഇടയ്ക്ക് ഇവർ പ്രണയം പരസ്യമാക്കിയിട്ടുണ്ടായിരുന്നു. രശ്മികയുടെ ദി ഗേൾ ഫ്രണ്ട് എന്ന ചിത്രത്തിന്റെ ഹൈദരാബാദിൽ വെച്ച് നടന്ന വിജയാഘോഷ ചടങ്ങിനിടയ്ക്ക് പരസ്യമായി രശ്മികയുടെ കയ്യിൽ വിജയ് ചുംബിക്കുകയായിരുന്നു. പൊടുന്നനെ നാണിച്ചു നിൽക്കുന്ന രശ്മികയുടെ വീഡിയോ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ ഇരുവരും പ്രണയത്തിലാണെന്ന് ആരാധകർ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. അന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷം ആദ്യമായിട്ട് രണ്ടുപേരും ഒരു പൊതുപരിപാടിയിൽ എത്തിയ വേദി കൂടിയായിരുന്നു. ഇത്രയധികം അടുപ്പം കാണിച്ചിട്ടും ആരോടും ഇവരുടെ പ്രണയത്തെ പറ്റി പറഞ്ഞതുമില്ല. 2026 ഫെബ്രുവരിയിൽ ഇവരുടെ വിവാഹം നടക്കുമെന്ന് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും ഔദ്യോഗികമായി എവിടെയും ഒരു സ്ഥിരീകരണവും വന്നില്ല. 2018-ൽ പുറത്തിറങ്ങിയ ഗീതാ ഗോവിന്ദം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷമാണ് വിജയ് ദേവരക്കൊണ്ടയും രശ്മിക മന്ദാനയും ഡേറ്റിംഗിലാണെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നത്. പക്ഷെ ഇത്രനാളും ഇരുവരുടെയും പ്രണയം താരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല. ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡി ഓഫ് സ്ക്രീനിലും ഒന്നിച്ചപ്പോൾ ആരാധകർക്ക് ഇപ്പോൾ വലിയ സന്തോഷമായിട്ടുണ്ട്.